ദേശീയപാത 66 ചിറ്റാറ്റുകരയിലും അടിപ്പാത വേണമെന്ന സംയുക്ത ജനകീയ സമരസമിതി അനിശ്ചിതകാല സമരത്തിന് തുടക്കമായി. അതിവേഗ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 ചിറ്റാറ്റുകരയിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത ജനകീയ സമരസമിതിയുമായി നാട്ടുകാർ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ജില്ലയിലെ ആദ്യത്തെ PWD റോഡുകളിൽ ഒന്നായ ചിറ്റാറ്റുകര പുയപ്പള്ളി റോഡ് പുതിയ ദേശീയപാത വരുന്നതോടെ അടഞ്ഞുപോകുന്ന സ്ഥിതിയാണ്. വഴിയടഞ്ഞാൽ ഗ്രാമവാസികൾക്ക് 3 കിലോമീറ്ററോളം കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് ഇവിടുത്തെ അവസ്ഥ. മാസങ്ങൾക്ക് മുമ്പ് സ്ഥലം സന്ദർശിച്ച ദേശീയപാത 66 പ്രോജക്ട് ഡയറക്ടർക്ക് നാട്ടുകാർ ഇത് സംബന്ധിച്ച് ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അനുകൂലമായ തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരവുമായി സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. നാഷണൽ ഹൈവേ 66 ചിറ്റാറ്റുകരയിൽ അണ്ടർപാസ് അനുവദിക്കുക എന്ന നാഷണൽ ഹൈവേ 66 ചിറ്റാറ്റുകരയിൽ അണ്ടർപാസ് അനുവദിക്കുക എന്ന ആവശ്യവുമായി ചിറ്റാറ്റുകര പുയപ്പള്ളി ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധ സംഗമമാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. നാഷണൽ ഹൈവേ 66 ചിറ്റാറ്റുകരയിൽ അണ്ടർപാസ് അനുവദിക്കുക എന്ന ജനങ്ങളുടെ ആവശ്യം നടത്തുന്നതിനായി ജനങ്ങൾ നടത്തുന്ന പ്രതിഷേധ സംഗമമാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. നാഷണൽ ഹൈവേ 66 പഞ്ചായത്ത് പ്രസിഡന്റ് NK സാബു സമരം ഉദ്ഘാടനം ചെയ്തു. 2013 ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ എലിവേഷൻ തയ്യാറാക്കിയപ്പോൾ തന്നെ ഇതിന്റെ അപാകത കണ്ടെത്തിക്കൊണ്ട് NH സബ് ഡിവിഷൻ ഇവിടുത്തെ നാട്ടുകാർ തന്നെ 2013 മുതൽ ഈ നിർമ്മാണം അപാകത ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ NH അതോറിറ്റിക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുൻ വാർഡ് മെമ്പർ MS അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. അനിൽ സ്വാഗതം പറഞ്ഞു. NM പിയേഴ്സൺ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം ഭാനുമതി ശിവൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ, താജുദ്ദീൻ, ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് അനുകൂലമായ തീരുമാനം കൈക്കൊള്ളുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി ചെയർമാൻ NM പിയേഴ്സൺ പറഞ്ഞു. പലരും ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പോഴാണോ സമരത്തിന് തുടക്കം കുറിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണോ നിങ്ങൾ സമരം ആരംഭിക്കാൻ പോകുന്നത്, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര കാലം എന്നുള്ളത്. ആ ചോദ്യം വളരെ അപ്രസക്തമാണ്. കാരണം 2 വർഷക്കാലമായിട്ട് ഈ വിഷയവുമായിട്ട് നിരന്തരമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മുമ്പിൽ ഈ ചിറ്റാറ്റുകര ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുണ്ട്. വലിയ നിവേദനങ്ങൾ MLA വഴി, കളക്ടറുടെ അടുത്ത്, പ്രധാനമന്ത്രിയുടെ അടുത്ത്, NH അധികാരികളുടെ അടുത്ത് ഒക്കെ കൊടുത്തതിൻ്റെ രേഖകളും നമ്മളുടെ കയ്യിലുണ്ട്. നമ്മളിങ്ങനെ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിഷയം വളരെ രൂക്ഷമായി വന്ന സമയത്ത് കഴിഞ്ഞ 5 മാസങ്ങളായിട്ട് പ്രൊജക്ട് ഡയറക്ടർ പ്രദീപ് കുമാറുമായിട്ട് ഞങ്ങളുടെ സംഘം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് 4-5 പ്രതിനിധികൾ പ്രൊജക്ട് ഡയറക്ടറെ കാണുകയും നിരന്തരം അദ്ദേഹമായിട്ട് സംസാരിക്കുകയും പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അണ്ടർപാസ് എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അണ്ടർപാസ് പണിയുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ചെലവ് ചുരുക്കി ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള റോഡിന്റെ അലൈൻമെന്റിന് ഒരു വ്യത്യാസം വരാതെ ഒരു ബോക്സ് ടൈപ്പ് പാസേജ് അതിലൂടെ അനുവദിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. ടാർ റോഡിന്റെ വീതിയിലും അതേപോലെ തന്നെ ഇപ്പൊ നിലനിൽക്കുന്നതായിട്ടുള്ള റോഡിൽ നിന്ന് പാലം കടന്നു പോകുന്നതിന്റെ ഉയർച്ച എത്ര മാത്രമുണ്ടോ ആ ഉയർച്ചക്കും അനുസൃതമായ രീതിയിൽ ഒരു പാസേജാണ് ആവശ്യപ്പെട്ടത്. ഇത് കൃത്യമായിട്ട് വരച്ച് നാഷണൽ അതോറിറ്റിയുടെ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളെയും ഡയറക്ടറെയും ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്ന ഈ സൈഡ് റോഡ് എന്ന് പറഞ്ഞ സർവീസ് റോഡ് എന്ന് പറയുന്നത് അത് ഈ റോഡിന്റെ അടുത്ത് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് സ്ലാൻഡായിട്ട് എന്ന് വെച്ചാൽ ചരിവായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാഹനങ്ങൾ പോകാനായിട്ടുള്ള സൗകര്യം ഇതുവഴി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഈ ടാർ റോഡിന്റെ വീതിയിൽ മാത്രം ഉള്ള ഒരു സഞ്ചാരം അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യം. ചിറ്റാറ്റുകര പുയപ്പള്ളി പ്രദേശത്തെ ഏതാണ്ട് 2000-ഓളം കുടുംബങ്ങളും 5000-ലധികം പ്രദേശവാസികളുണ്ടെന്നാണ്. ഒരു ജനപദമാണ് ശരിക്കും, ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. ആ സാംസ്കാരിക കൂട്ടായ്മ തന്നെ ഈ NH റോഡ് വരുന്നതിന്റെ ഫലമായിട്ട് യഥാർത്ഥത്തിൽ വേർപെടുത്തപ്പെടുന്നു, സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനെപ്പുറത്തുള്ള നീണ്ടൂർ ഭാഗത്തുള്ളതും ചിറ്റാറ്റുകരയുടെ ഒരു ചെറിയ ഭാഗവും ഇവരിൽ നിന്ന് കട്ട് ചെയ്തു പോകും. ഇതുവരെ ഉണ്ടായിരുന്ന മനുഷ്യ ബന്ധങ്ങൾ മുഴുവൻ ഇല്ലാത്ത തരത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്.